നമസ്കാരം. നങ്ങേലി എന്ന ധീര വനിതയെക്കുറിച്ച് ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ ഇന്നിവിടെ പറയുകയാണ്. തിരുവിതാംകൂർ ചരിത്രം പരിശോധിച്ചാൽ നങ്ങേലിയും മുലക്കരവും വളരെ പ്രസിദ്ധമായ ഒരു സംഭവ കഥയാണ്. ചില ചരിത്രകാരന്മാർ ഇതിനെ ഒരു സാങ്കല്പിക കഥയായിട്ടും മറ്റുള്ളവർ ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമായിട്ടും പറയാറുണ്ട്. തിരുവിതാംകൂർ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ സവർണ അവർണ വ്യത്യാസം നോക്കുമ്പോൾ, അവർണർ അനുഭവിച്ച ദുരിതങ്ങൾ മനസ്സിലാക്കുമ്പോൾ, സവർണരുടെ മേധാവിത്വം നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമെന്ന് തന്നെ നമുക്ക് പറയാം. അതായത് അവർണർ ചെയ്തിരുന്ന എല്ലാ തൊഴിലിനും നികുതി കൊടുക്കേണ്ടി വന്നിരുന്നു. ശരീരഭാഗത്തിന് പോലും നികുതി കൊടുക്കേണ്ടി വരുന്ന ഒരു വിചിത്ര സംഭവവും തിരുവിതാംകൂർ ചരിത്രത്തിൽ കാണുന്നുണ്ട്. പണ്ടുകാലത്ത് അവർണ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ പാടില്ല. പൊതുസ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോഴും അവർണ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ പാടില്ല എന്നായിരുന്നു നിയമം. അതിനെതിരെ ശക്തമായി പോരാടുകയും മേൽമുണ്ട് ധരിക്കൽ അവകാശം നേടിയെടുക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ മറ്റൊരു പ്രധാന സംഭവമാണ് മുലക്കരം എന്നറിയപ്പെടുന്നത്. അവർണ സ്ത്രീകൾ പ്രസവിച്ചു കഴിഞ്ഞാൽ നികുതി ചുമത്തുന്ന ഉദ്യോഗസ്ഥനെ അറിയിക്കണമെന്നാണ് നിയമം. ആ ഉദ്യോഗസ്ഥൻ പ്രസവ വീട്ടിൽ വന്ന് അനിശ്ചിതമായിട്ടുള്ള നികുതി ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതിനെതിരെ ശക്തമായി പോരാടിയ ഒരു വനിതയാണ് നങ്ങേലി. നങ്ങേലി ചേർത്തലയ്ക്കടുത്തുള്ള ഇന്നത്തെ മുലച്ചിപ്പറമ്പ് എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. നങ്ങേലി അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയായിരുന്നു. കാരണം അച്ഛൻ കുടിപ്പള്ളിക്കൂടം മാഷായിരുന്നു. അച്ഛനിൽ നിന്നും സമൂഹത്തിലെ ആചാരങ്ങളും ദുരാചാരങ്ങളും എല്ലാം പഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സവർണ മേധാവിത്വത്തിനെതിരെ കൊച്ചിലെ തന്നെ ഒരു വിരോധാഭാസം മനസ്സിൽ വളർന്നു വന്നിരുന്നു. അവസരം കിട്ടിയാൽ ഈ സവർണ മേധാവിത്വത്തിന്റെ എതിരെ, ഈ മുലക്കരത്തിനെതിരെയൊക്കെ പോരാടാനായിട്ട് തയ്യാറെടുത്ത് തന്നെ നങ്ങേലി നിന്നിരുന്നു. നങ്ങേലി വിവാഹം കഴിച്ചു. കടിഞ്ഞൂൽ പ്രസവത്തിൽ തന്നെ നാട്ടുനടപ്പനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചു പ്രസവം നടന്നു എന്നുള്ളത്. ഉദ്യോഗസ്ഥന്മാർ മുലക്കരം ചുമത്താനായിട്ട് വീട്ടിലേക്ക് വരാൻ തയ്യാറെടുത്തിരുന്നു. അതിനു മുമ്പ് തന്നെ നങ്ങേലി എല്ലാ തയ്യാറെടുപ്പും വീട്ടിൽ നടത്തിയിരുന്നു. അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ നേരെ വീട്ടിലേക്ക് വരുന്നു എന്നറിഞ്ഞ് നിലവിളക്കും കൊളുത്തി നിറപറയിട്ട് ഒരു തൂശനിലയും അതായത് തുമ്പലയും വെട്ടി ആ സമീപത്ത് വെച്ചു. ഉദ്യോഗസ്ഥന്മാർ വന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് വന്നത്. കാരണം എല്ലാ ഒരുക്കങ്ങളും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. മുലക്കരം ഏർപ്പെടുത്താനായിട്ട് അവര് വീട്ടിലേക്ക് കയറിയപ്പോൾ കരം എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞു അകത്തേക്ക് കയറിയ നങ്ങേലി ഒരു അരിവാളുമായിട്ടാണ് പുറത്തേക്ക് വന്നത്. അരിവാൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഉദ്യോഗസ്ഥന്മാർ മുൻപ് വെച്ച് തന്റെ 2 സ്തനങ്ങളും വെട്ടി ആ തുമ്പലയിൽ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ തമ്പ്രാക്കന്മാർക്ക് മുലക്കരമല്ല, എന്റെ സ്തനങ്ങൾ തന്നെ കൊണ്ട് സമർപ്പിക്കൂ എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഉദ്യോഗസ്ഥന്മാർ അമ്പരന്ന് പോയി. സ്ത്രീത്വത്തിനെതിരെയുള്ള ഈ അപരിഷ്കൃതമായ നിയമത്തിനെതിരെ ശക്തമായി പോരാടിയ ആ നങ്ങേലി രക്തം മാറുന്ന കുറച്ച് നേരത്തിനുള്ളിൽ ഓർമ്മയായി മാറുകയാണ് ചെയ്തത്. ഈ നങ്ങേലിയുടെ ഈ വീരോചിതമായ പ്രവൃത്തി നാട് മുഴുവൻ പ്രചരിക്കുകയും എന്നേക്കുമായിട്ട് മുലക്കരം പോലുള്ള അപരിഷ്കൃത നിയമങ്ങൾ രാജാവ് വിളംബരത്തിലൂടെ എടുത്തു മാറ്റുകയാണ് ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.